ഹായ് ഫ്രണ്ട്സ്, മക്കൾ സ്കൂൾ വിട്ട് വരാനാവാനായി. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കേട്ടില്ലേ നിങ്ങൾ സൗണ്ട്? അപ്പോൾ ഈ ഒരു ബോളിനകത്ത് കറക്റ്റായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതേ അളവ് തന്നെയാണ് വെള്ളം വേണം കേട്ടോ, ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഏത് കപ്പിൽ അളവിലാണോ മൈദ എടുക്കണേ അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കാം. അപ്പം അതും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാട്ടോ. ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ പഞ്ചസാര ഇടാം. ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ടേ. കാരണം അതൊന്നൊരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഉപ്പ്, നുള്ള്, അത് നിങ്ങൾ അളവിനനുസരിച്ച് ഇടുക, അത്രയേ ഉള്ളൂ. അതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച്, ടേബിൾ സ്പൂൺ എന്ന് പറയട്ടെ, വലിയ പൂ. അപ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തേയും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമുക്ക് ഇത് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. തരാടാ, നിനക്ക് തരാം കണ്ട. ഇനിയിപ്പോൾ നമുക്ക് അടിച്ചെടുത്ത മാവ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വേറൊരു സാധനം കൂടി വേണം, മുട്ട. 2 മുട്ട ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ തൽക്കാലം 1 മുട്ട ഇട്ടുന്നുള്ളൂ. എനിക്കങ്ങനെ എന്താ പറയുക, അധികം മുട്ടേൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. അപ്പോൾ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലൊന്നും അടിക്കണ്ട, അല്ലാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതോട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ക്യാമറ കാണത്തില്ല, അതുകൊണ്ടാണ്. അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി ചൂടി കൊടുത്തിട്ട് നമുക്ക് ദോശ ചുടണ പോലെ ചുട്ടെടുക്കാം. കണ്ടില്ലേ, 1.5 തവി നമ്മൾ ദോശമാവ് പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ദോശക്കല്ലിലേക്ക്. നല്ല പോലെ തീ നമ്മൾ ഫ്ലെയിം കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ടാറ്റാ, ബൈ ബൈ.